കേരളത്തിൽ കർഷകർക്ക് സ്ഥാനമില്ല. കാരണം ഇവിടുത്തെ കൃഷിമന്ത്രി പറഞ്ഞ ഇവിടെ കൃഷി വേണ്ടെന്ന് പറഞ്ഞാലേ അവർ അന്യസംസ്ഥാനത്ത് കൊണ്ടുവന്നുള്ളതെന്ന് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ ഇവിടെ കൃഷി ആവശ്യമില്ല എന്നാലും അവർ പറയണത്. ഇവിടെ ഞങ്ങളുടെ നാരിമലം കേന്ദ്രീകരിച്ചത് അവിടെ നേരത്തെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. ചെറിയ അവിടെ ഞാറ് നടാൻ പറ്റില്ല, വേറെ സ്ഥലത്ത് ഞാറ് നട്ടിട്ട് ആ കെട്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉൽപ്പാദിച്ചിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ കയ്യിലായി, ചെമ്മീക്കെട്ടുകാരുടെ കയ്യിലായിരിക്കണം. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ വർഷങ്ങളും സബ്സിഡി ആയിട്ട് കുറേ പണം കിട്ടും. അപ്പോൾ കെട്ടിന് ചുറ്റും വലകൾ കെട്ടാം, മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിടാം, അതിന് തീറ്റ കിട്ടും. പിന്നെ അതിന് വേണ്ട മറ്റുള്ള കാര്യങ്ങൾക്ക് കറണ്ട് ഇതിനൊക്കെ ഫ്രീ ആയിട്ട് കാശ് കിട്ടിക്കൊണ്ടിരിക്കും, സബ്സിഡി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഇത് കഴിയുമ്പോൾ ചെമ്മീക്കെട്ട് നഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ കാശും കിടക്കണ്ട, അങ്ങനെ ഇടപാടാൻ ഇടണം. ഇപ്പോൾ ഈ സമ്പ്രദായം വരുമ്പോൾ ഞങ്ങളുടെ കടപ്പുറം മേഖലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാരിമൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പറക്കണ മത്സ്യത്തൊഴിലാളികളാണ്, കർഷക തൊഴിലാളികളുണ്ട്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിൽ 14-ാം തീയതി കഴിഞ്ഞാൽ എല്ലാവരും ചെമ്മീക്കെട്ടിലിറങ്ങണം. ഇപ്പോൾ കടലും കായലും കരിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ചെമ്മീക്കെട്ടിലാണ്. പിന്നെ വൃശ്ചികം 1 വരെ ഈ ചെമ്മീക്കെട്ടി പണിക്ക് കണക്കാണ്. ഇപ്പം ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഒരു കരയ്ക്ക്